ആളുകളോട് ഇപ്പൊ ഡ്രൈവർലെസ് കാർസ് ഒക്കെ വരികയല്ലേ ഈ അതിന്റെ കാലത്ത്. അപ്പൊ ഈ പൈലറ്റ് ഇല്ലാതെ വരുന്ന പ്ലെയിൻസ് ഉണ്ടായാൽ ഈ ഒരു കരിയർ എങ്ങനെയായിരിക്കും വരിക? പൈലറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര പേര് ഫ്ലൈറ്റ് കയറും? ഫുള്ളി ഓട്ടോമാറ്റിക് ആയ ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ പൈലറ്റ് ഇല്ല, ക്യാബിൻ ക്രൂ മാത്രമേ ഉള്ളൂ. എത്ര പേര് പോകും? നിങ്ങൾ കാര്യം കയറുന്നു. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഫുള്ളി ഓട്ടോ. ഞങ്ങളിപ്പോ ജസ്റ്റ് പൈലറ്റ് ശരിക്കും ടേക്ക് ഓഫ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ്. മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മൾ റൺവേയിലൂടെ ഓടുന്നു, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. ഏകദേശം 100-150 മീറ്റർ കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻ ഓട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലൈറ്റ് ഞാൻ തൊടുന്നേയില്ല. പൈലറ്റ്മാർക്ക് ശമ്പളം കിട്ടുന്നത് ജസ്റ്റ് ഫോർ മോണിറ്ററിങ്, നോക്കിയിരിക്കുന്നതിന് ശമ്പളം. അത് നോക്കാം സ്പീഡ് എത്ര, ഓക്കെ അവിടെ എവിടെ എത്തി, ഈ കാര്യം മാത്രമേ നോക്കി പറഞ്ഞു, വേറെ ചെയ്യണ്ട. പിന്നെ ഞാൻ ഈ പറഞ്ഞ ലാൻഡ് ചെയ്യുന്നതിന് 200 ഫീറ്റ് മുകളിൽ വെച്ച് തൊടുന്നുള്ളൂ. ഈ തൊടാത്ത ഇപ്പൊ ഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള റൂട്ടാണെങ്കിൽ, എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നെങ്കിൽ തൊടണ്ട. പക്ഷെ നമ്മളിപ്പോ എന്തെങ്കിലും എമർജൻസിയോ ഡൈവേഷനോ വേണ്ടിയോ ഓഫ് കോഴ്സ് ഇരിക്കണം. മനസ്സിലായി? ഓക്കെ, പൈലറ്റ് ആവാൻ തുടങ്ങാൻ നമുക്ക് ട്രെയിനിങ് തുടങ്ങാൻ നമുക്ക് 17 വയസ്സാവണം. ട്രെയിനിങ് തുടങ്ങാൻ ലൈസൻസ് കിട്ടാൻ 18 വയസ്സാവണം. ഇതാണ് ഇതിന്റെ പ്രായം, തുടങ്ങാൻ വേണ്ടിയുള്ള പ്രായം. അവസാനിപ്പിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് നോർമലി കൊമേഴ്ഷ്യൽ ഏവിയേഷന് 65 വയസ്സ് ഫ്ലൈ ചെയ്യാം. നമുക്ക് എല്ലാ വർഷവും ക്ലാസ് 1 മെഡിക്കൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു എയർഫോഴ്സിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മെഡിക്കലാണ്. ഈ ഒരു മെഡിക്കൽ എല്ലാ വർഷവും ചെയ്യണം. എല്ലാ വർഷവും മെഡിക്കൽ ഫിറ്റ് ആണെങ്കിൽ നമുക്ക് 65 വയസ്സ് വരെ കൊമേഴ്ഷ്യലി നമുക്ക് ഫ്ലൈ ചെയ്യാം. എങ്ങനെ? ഇല്ല, ഫ്യൂൽ എന്ന് പറയുമ്പോൾ ഫ്യൂൽ ഇപ്പൊ നോർമൽ പിസ്റ്റൺ എഞ്ചിൻ, ചെറിയ എയർക്രാഫ്റ്റുകളൊക്കെ നമ്മൾ പെട്രോൾ പോലെ തന്നെ ഉപയോഗിക്കുന്നത്. ഗ്യാസോലിൻ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിൻ ഉണ്ട്, പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ജെറ്റ് ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ടർബൈൻ ഏവിയേഷൻ ഫ്യൂൽ എന്ന് പറയും. ടാപ്പ് എന്ന് പറയുമ്പോൾ നോർമലി വലിയ ഫ്ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് കെറോസിൻ തന്നെ, പ്യൂർ കെറോസിൻ. അതായത് 100 ഇത് വരുന്ന ഒക്ടേൻ നമ്പർ 100 വരുന്ന ഫ്യൂലാണ് ടർബൈൻ ഏവിയേഷൻ ഫ്യൂൽ. എല്ലാം 100 ഒക്ടേൻ എല്ലാം 100 എല്ലാവർക്കും വരുന്നത്, എല്ലാ ഫ്യൂലും ഹൈഡ്രജൻ ഉപയോഗിച്ച് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂൽ എല്ലാവർക്കും ഉപയോഗിച്ചു തുടങ്ങിയത്. പക്ഷെ അതിന് അവൈലബിലിറ്റി കുറച്ച് കുറവായതുകൊണ്ട് കിട്ടുന്നില്ല.